അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിച്ച ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം ലോകമാകെ പടരുകയാണ്. 1968 ഫ്രാൻസിൽ നിന്ന് ആരംഭിച്ച ബാരിക്കേഡ് സമരത്തോടാണ് പലരും ഈ പ്രക്ഷോഭത്തെ സാമ്യപ്പെടുത്തുന്നത്. അധികാര വ്യവസ്ഥിതിയോടും യുദ്ധങ്ങളോടുമുള്ള അന്നത്തെ വിദ്യാർത്ഥികളുടെ രോഷമായിരുന്നു ആഞ്ഞടിച്ചത്. വിയറ്റ്നാം യുദ്ധകാലത്ത് റിച്ചാർഡ് നിക്സനെതിരായി ഒഹായോയിലെ കെൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അമേരിക്കയിൽ അക്കാലത്ത് പ്രക്ഷോഭം തുടങ്ങിയത്. ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആരംഭിച്ച പ്രക്ഷോഭം പാരീസിലേക്കും സിഡ്നിയിലേക്കും മറ്റു ലോകരാജ്യങ്ങളിലേക്കും പടർന്നിരിക്കുന്നു. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ, ജൂവിഷ് വോയ്സ് ഫോർ പീസ് തുടങ്ങിയ 100-ലധികം സംഘടനകളുടെ കൂട്ടായ്മയാണ് കൊളംബിയ സർവകലാശാലയിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭം തുടങ്ങുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നാണ് കൊളംബിയ. ഇവിടെ ടെൻറ്റ് കെട്ടിയായിരുന്നു വിദ്യാർത്ഥി സമരം. ഗസയിൽ ജനങ്ങൾ ടെൻറ്റുകളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പുനരാവിഷ്കരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. അർദ്ധരാത്രിയിലും വിദ്യാർത്ഥികൾ ഗസക്കായി ക്യാമ്പസിനുള്ളിൽ കഴിഞ്ഞുകൂടി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച് സർവകലാശാലയിലെ ഫാക്കൽറ്റി അംഗങ്ങളും പരസ്യമായി രംഗത്തു വന്നു. ഗസ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക, ഇസ്രായേലിന് അമേരിക്ക സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തുക, ആയുധ കമ്പനികളുമായും ഇസ്രായേലിനെ സഹായിക്കുന്ന മറ്റു കമ്പനികളുമായും യൂണിവേഴ്സിറ്റികൾക്കുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുക, ഗസക്കായി ശബ്ദിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ ക്യാമ്പസിനകത്ത് കെട്ടിയ സമര ടെൻറ്റുകൾ പൊളിക്കില്ല എന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുത്തു. ചൈനയിലെയും റഷ്യയിലെയും പശ്ചിമേഷ്യയിലും എല്ലാം ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്കൻ ഭരണകൂടം പക്ഷേ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഗസ അനുകൂല ആവിഷ്കാരങ്ങളെ നിഷ്കരണം അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ഏപ്രിൽ 18 വലിയ പോലീസ് സേന കൊളംബിയ ക്യാമ്പസിലേക്ക് ഇടിച്ചു കയറി. സമാധാനപരമായി സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരക്കാരെ തീവ്രവാദികളായി മുദ്രകുത്താൻ ബൈഡന്റെ ഡെമോക്രാറ്റുകളും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും മത്സരിച്ചു. കൊളംബിയ സർവകലാശാലയിലെ സമരം അടിച്ചമർത്തിയത് ബൈഡൻ ഭരണകൂടത്തിന് തിരിച്ചടിയാവുകയായിരുന്നു. അവിടെ നിന്നും പ്രക്ഷോഭം US-ലെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും പടർന്നു കയറി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ തുടങ്ങി അമേരിക്കയിലെ പ്രധാന യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്രക്ഷോഭം കത്തിപ്പടർന്നു. മിക്ക ക്യാമ്പസുകളിലും ടെൻറ്റുകൾ കെട്ടി തന്നെയായിരുന്നു സമരം. രാത്രിയിലും വിദ്യാർത്ഥികൾ സമരപ്പന്തലിൽ തന്നെ കഴിച്ചുകൂട്ടി. യൂണിവേഴ്സിറ്റികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റി. ആൻറ്റിസെമിറ്റിക് എന്ന് പറഞ്ഞ് സമരത്തെ പൊളിക്കാൻ US ഭരണകൂടം ശ്രമിക്കുന്നുവെങ്കിലും ജൂത വിദ്യാർത്ഥികളും ഗസ അനുകൂല പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ്. ക്യാമ്പസുകൾ വിട്ട് പ്രധാന നഗരങ്ങളിലേക്കും തെരുവുകളിലേക്കും സമരം വ്യാപിച്ചു. ന്യൂയോർക്ക്, വാഷിംഗ്ടൺ തുടങ്ങി പ്രധാന നഗരങ്ങളിലെല്ലാം ജനങ്ങൾ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടത്തി. തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ഏറ്റെടുത്തു. എന്നാൽ ഈ പ്രക്ഷോഭത്തിന് ചെവി കൊടുക്കാൻ ബൈഡൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതേ കാലയളവിൽ അമേരിക്കൻ ഭരണകൂടം 2 സുപ്രധാന തീരുമാനങ്ങളെടുത്തു. ഒന്ന്, ഇസ്രായേലിന് $17 ബില്യൺ കൂടി സഹായം നൽകാനുള്ളതായിരുന്നു. ഗസയിൽ നിന്ന് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയും 400-ലധികം മൃതദേഹങ്ങൾ ഇസ്രായേൽ വംശഹത്യയുടെ തെളിവായി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും അമേരിക്ക ബില്യൺ കണക്കിന് പണം ഇസ്രായേലിന് നൽകിയത്. ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകാനുള്ള UN-ന്റെ യുനർവ ഫണ്ട് അമേരിക്ക തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഒരു പെരുന്നുണയുടെ ചുവട് പിടിച്ചായിരുന്നു അമേരിക്കയുടെ ഈ തീരുമാനം. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിൽ യുനർവയുടെ ചില ജീവനക്കാർ പങ്കാളികളായി എന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. പക്ഷേ ഈ ആരോപണത്തിന് ഒരു തെളിവ് നൽകാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് ലോകത്തിനാകെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഫണ്ട് റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് UN തന്നെ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പല യൂറോപ്യൻ രാജ്യങ്ങളും നിലപാട് തിരുത്തിയിട്ടും അമേരിക്ക ഇതുവരെ യുനർവ ഫണ്ട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഇപ്പോഴത്തെ അമേരിക്കയിലെ യുവരോഷത്തെ അടിച്ചമർത്താൻ കുറുക്കുവഴി തേടുകയാണ് ബൈഡൻ സർക്കാർ. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബിൽ തിരക്കിട്ട് അമേരിക്കൻ സെനറ്റ് പാസാക്കി. ഉടൻ ബൈഡൻ ബില്ലിൽ ഒപ്പിടുകയും ചെയ്തു. ഗസയിലെ യഥാർത്ഥ വിവരങ്ങൾ അമേരിക്കയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മൂടിവെക്കുമ്പോഴും വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നത് പ്രധാനമായും ടിക്ടോക്ക് വഴിയാണ്. ടിക്ടോക്കിനെ നിരോധിച്ചാൽ അതിന് പരിഹാരം ആകുമെന്ന് സയനിസ്റ്റ് ലോബി കരുതുന്നു. അതുകൊണ്ടാണ് തിരക്കിട്ട് ടിക്ടോക്കിനെ പൂട്ടിടാൻ ബൈഡൻ ശ്രമിക്കുന്നത്. പക്ഷേ സത്യം മൂടിവെച്ച് സ്വന്തം നാട്ടിലെ യുവരോഷത്തെ അടിച്ചമർത്തി അമേരിക്കൻ ഭരണകൂടത്തിന് എത്രനാൾ ഇങ്ങനെ തുടരാനാകും എന്ന് കാത്തിരുന്നു കാണാം.